തങ്കേ, അവിടെ നിൽക്കാനാ പറഞ്ഞത്. നീ കരുതിക്കുട്ടി എന്നെ അവമാനിക്കാൻ പുറപ്പെട്ടിരിക്കുകയാണല്ലേ? വീട്ടിൽ നിന്ന് എന്റെ വെട്ടത്ത് വരത്തില്ല, വെളിയിൽ ഇങ്ങനെയും. എന്താ നിന്റെ ഉദ്ദേശം? ദേ, നിനക്ക് എന്നോട് വിരോധമാണെങ്കിൽ അത് നേരിട്ടാണ് പറഞ്ഞൂടെ? നമ്മുടെ ബന്ധം ഈ നിമിഷം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഞാൻ പെടുന്ന പാട് അപ്പൂനറിയില്ല. അപ്പൂന്റെ അമ്മ എന്റെ അമ്മയാ. രുക്മിണി ചേച്ചി എന്റെയും ചേച്ചിയാ. അവരുടെ സങ്കടം എന്റെ കൂടെ സങ്കടമാ. അവർക്കാർക്കും സങ്കടമൊന്നുമില്ല. നമ്മൾ അപകടത്തിൽ ചെന്ന് ചാടുവോന്ന അവരുടെ പേടി. അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്ന. പിന്നെ വല്ലവരും വലുതൊക്കെ പറഞ്ഞിരിക്കും. പറയുന്നവര് പറയട്ടെ. ദേ, നമ്മൾ എന്നാലും ഒന്നിച്ചു കഴിയേണ്ടവർ. അപ്പോ നിനക്കെന്താ ഇത്ര സംശയം? നിനക്കെന്നെ ഇഷ്ടമില്ല എന്ന് പറയത്തോടത്തോളം കാലം ഞാൻ തീരുമാനിച്ച നടക്കും. നീ ഒന്നും പേടിക്കണ്ട. പിന്നെ ഒന്നേ ഉള്ളൂ, കുറെ കാലം നമുക്ക് ഒതുങ്ങിക്കൂടാം. അമ്മയുടെയും ചേച്ചിയുടെയും മുമ്പിൽ ഇത്തിരി അഭിനയിക്കണം. മനസ്സിലായോ? ഇങ്ങനെ നോക്ക്, ശരിക്ക് ശരിക്ക്. ഇപ്പൊ നമ്മൾ പഴയ കൂട്ടുകാർ അല്ലേ? ആരാതെ? ഞാനാ. ഓ, കൊട്ടൂടിയോ? ശരിക്ക് എന്താ വിശേഷിച്ച്? വിശേഷിച്ചൊന്നുമില്ല. മറ്റേ താക്കീട് കെട്ടിയോന്നറിയാൻ വേണ്ടി വന്നതാ. പിന്നെ കെട്ടാതെ എന്നൊരു സാധനം ഏൽപ്പിച്ചാലേ ഞാൻ അത് പാഴാക്കത്തില്ല. അതായി എന്റെ സ്വഭാവം. എന്നിട്ട് വല്ലതും അറിയാനുണ്ടോ? ഉണ്ടോന്നോ? ഭഗവാനാണ് എന്റെ കൊട്ടൂടി. നീ പറഞ്ഞതുപോലും എനിക്ക് വിശ്വാസം വന്നില്ല. പക്ഷെ സമ്മതിച്ചേ പറ്റൂ. നല്ല ഉഗ്രം സാധനം. അത് കിട്ടി അന്ന് തൊട്ട് ഈ വീട്ടിലുണ്ടല്ലോ വഴക്കു പറഞ്ഞു. മറ്റു നിനക്കറിയാമല്ലോ സന്ധ്യ കഴിഞ്ഞ അവിടുത്തെ ബഹളം. ഇപ്പൊ പുള്ളിക്കാരൻ എന്നോട് ഞാനത് എങ്ങനെയാ പറയാ? പണ്ട് ഞങ്ങള് കല്യാണം കഴിച്ച കാലത്തെ പോലെയാ. തങ്കയോടെ കാണുന്നില്ലല്ലോ. ആ, അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കാണും. അവളെ പോലത്തെ ഒരു പെണ്ണ്. അന്ന് തന്നെ ആ തകിട് കെട്ടാൻ പറഞ്ഞിട്ട് തല്ലിക്കൊന്നാൽ അവള് കെട്ടത്തില്ല. കഴുത. എന്നിട്ട് അവൾക്കറിയാമോ അതിന്റെ വില? പക്ഷെങ്കിൽ ഞാൻ വിടുമോ? നീ എത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കിക്കൊണ്ടുവന്ന സാധന, അതും സ്നേഹം കൊണ്ട്. അത് പാഴാക്കി കളയാൻ ഞാൻ സമ്മതിക്കൂ. കെട്ടിയല്ലോ. പിന്നെ കെട്ടാതെ ഒടുവിന് ഞാൻ അതങ്ങ് കെട്ടി. ഡാ, വാ വാ. എന്താ കൊട്ടൂടി? ഒന്നുമില്ല. കൊട്ടൂടി കുഞ്ഞേ, വാ. നീ അങ്ങനെ നിരാശനാവേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും ചേട്ടാ, ഞാൻ ആരോരും ഇല്ലാത്തവനായി പോയോണ്ടല്ലോ. നിനക്ക് ഞാനുണ്ടടാ. എന്നാലും നീ ആരാ ഏതാണെന്നൊക്കെ നല്ലൊരു ചോദിച്ചാ ഞാൻ എന്തോ പറയും? ഈ വിഷമമൊക്കെ ഒരു പെണ്ണ് കെട്ടുമ്പോൾ അങ്ങ് മാറും. പെണ്ണ് കെട്ടാൻ ഞാനോ? എനിക്കാരാ പെണ്ണ് തരുന്നത്? ഞാൻ കുടുംബത്തിൽ പറഞ്ഞവനാ. പക്ഷെ ഞാൻ തെളിവെന്തുവാ? വല്ല നാട്ടിൽ നിന്ന് തെണ്ടി തിരിഞ്ഞ് ഇവിടെ വന്ന് ചാരായം വെച്ച് നടക്കുന്നവനാണെന്നല്ലോ നല്ലൊരു പറയൂ. എനിക്കാരാ പെണ്ണ് തരുന്നത്? തരുമടാ, വിവരമുള്ളവൻ തരും. കുഞ്ഞുള്ള ആസോടെയും കൂടി. ആട്ടെ, നീ വല്ലതും സമ്പാദിച്ചിട്ടുണ്ടോ? അല്പ സ്വല്പമൊക്കെ. അത് മതി. എന്റെ മോളെ നീ കണ്ടിട്ടുണ്ടോ? അത് നല്ല ചോദ്യം. തന്നെ പിന്നെ ഞാൻ കണ്ടിട്ടില്ലയോ? നിനക്ക് അവളെ കെട്ടാവോ? എടാ, കെട്ടാവോ എന്ന്. അതിന് തങ്ങമ്മ സമ്മതിക്കണ്ടായോ? വേണ്ട, ഞാനാ നിശ്ചയിക്കുന്നത്. നീ തയ്യാറാണെന്ന് പറ, ബാക്കി ആരും ഞാൻ എഴുതും. എടാ വേലുവേ, ഇത് 4 എണ്ണം അടിച്ചതിന്റെ പുറത്ത് പറയാണെന്ന് വിചാരിക്കണ്ട. നീ തയ്യാറാണെന്ന് പറ.
അത് ഞാൻ എനിക്കൊരു കാര്യം പറയാനുണ്ട്. വഴിവിട്, ഞാൻ പോട്ടെ. വഴി മാറ്, ഞാൻ പോട്ടെ. തകമേ, ഞാൻ നിന്നെ പിടിക്കാനും വലിക്കാനും വന്നതല്ല. നിന്റെ കളിയത്തിൽ കൂടുന്നുണ്ട്. ഓടി നടപ്പ്, കെട്ടിപ്പിടുത്തം, സിനിമ പ്രേമം ഒന്നും ആരും കാണുമെന്ന് വിചാരിക്കണ്ട. എനിക്കൊന്നും ഇഷ്ടമല്ല. തന്റെ ഇഷ്ടം തന്റെ ഇരിക്കട്ടെ. എന്റെ ഇഷ്ടം അല്പസ്വല്പം നീയും നോക്കിയേ പറ്റൂ. നിന്നെ തൊട്ടപ്പോ ഒരിക്കൽ നീ എന്നെ തല്ലി. ഇന്നീ കൈ എന്റെയാ, എന്നെ തള്ളണമല്ല. എന്നെ വിട്, വിടാൻ. വിട്ടേക്കാം. പക്ഷേ ഒന്നോർത്താ കൊള്ളാം, നീ എന്റെ ഭാര്യയാണുള്ളതാ. നിന്റെ അപ്പൻ എനിക്ക് വാക്ക് തന്നിട്ടുള്ളതാ. ഇത് നീ എങ്ങനെയാ നടക്കുന്നതെന്ന് എനിക്കൂടെ അറിയണം. ഓ അല്ല, വേലുവണ്ണനെന്ന് വലിയ സന്തോഷമാണെന്ന് തോന്നുന്നല്ലോ. അതേടാ, ഈ വേലു വിചാരിച്ച നടക്കാത്ത കാര്യം എന്തുവാ? കൊത്താൻ വരുന്ന പാമ്പിനെ ഉണ്ടല്ലോ, പാമ്പിനെ മകുടി ഊതി നിർത്തി ആട്ടും. അടിയടാ, ഇതിന് കണക്കെടുത്തില്ല. അടി അടിച്ചോ. അല്ല, അപ്പൊ കുഞ്ഞെന്താ പതിവില്ലാതെ? ഒരേ പതിവ് എന്നും പറ്റില്ലല്ലോ. അത് ശരിയാ. കുടിക്കാനെന്തെങ്കിലും? എന്താ ഉള്ളേ? ഇവിടെ കച്ചവടം. ഓ, കൊട്ടേടിയായിരിക്കും. എങ്കിലത്. അല്ല, അപ്പൊ കുഞ്ഞ് കഴിക്കാറില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ പതിവൊക്കെ മാറ്റം. എടോ, പെമ്പിള്ളേരെ മാനവും മര്യാദയായിട്ട് വഴി നടത്താൻ സമ്മതിക്കത്തില്ല അല്ലടാ? ഓ, നീ വലിയ ചട്ടമ്പയാണല്ലേ? എടാ, മര്യാദക്ക് നടന്നേ നീ തല്ലുള്ളൂ. നിന്റെ കച്ചവടം ഞാൻ നിർത്തും. നിന്റെ പൊടി ഈ പറഞ്ഞ പോലെ കാണത്തില്ല, മനസ്സിലായോ? റാസ്കൽ. എന്തുവാ വേലുണ്ട ഈ നാടകം? നാടകം തുടങ്ങിയിട്ടുള്ളടാ. യവനെവിടെ വന്ന് ഇത്തിരി അഭ്യാസം കാണിച്ചിട്ട് പോയില്ലയോ? പോട്ടെ, ഈ ദരിദ്രവാസി മണപ്പറ്റി നടക്കത്തേ ഉള്ളൂ. പെണ്ണെന്റെ ഇരിക്കും. കൊട്ടൂടി വേലു ആരാന്ന് ഇവൻ അപ്പോഴറിയും. നീ എങ്ങോട്ടാ? എനിക്ക് ആ ചെറുക്കനോടൊന്ന് ചോദിക്കണം. വേണ്ടടാ, വെറുതെ എന്തിനാ ഈ വഴക്കും വയ്യായിരിക്കും പോണം. വാ, നമുക്ക് പോവാം. അല്ല ചേട്ടാ, എനിക്ക് അവനെ കണ്ട് പറയണം. നീ രണ്ടല്ല 10 പറഞ്ഞു. ഞാനുണ്ട് കൂടെ. എന്നാ വാ. ആ, ധൈര്യമായിട്ട് പോയി. ഇത് കൂടുന്നുണ്ടോ അവന്? നീ വരട്ടാതെ വിട്ടാലേ. കുഴപ്പമല്ലോടത് കൂടിക്കണം. നോയിക്കാടാ. അപ്പു, ആ നായന്റെ മോനെ ചൊടയുണ്ടെങ്കിൽ ഇറങ്ങി വേണ കാണിച്ചരാ. കാശുണ്ടെന്നും പറഞ്ഞ് മറ്റുള്ളവരെ തലക്കയറി നിറങ്ങിയാലുണ്ടല്ലോ, അവന് പള്ളി പറഞ്ഞാൽ മതി. ഏത് പള്ളിയില്? ഇംഗ്ലീഷ് പള്ളിയില്. നായന്റെ മോനെ, നിനക്ക് മീശ ഓരോരുത്തർക്കും 10 പൈസ വേണ്ടെന്നും പറഞ്ഞ് ഇവിടെ പെമ്പിള്ളേർക്ക് ജീവിക്കണ്ടേ? ബാക്കിയുള്ളവനും അധ്വാനിച്ചായി ജീവിക്കുന്നത്. അവരോട് ചോദിച്ചാൽ പട്ടിയുടെ മുമ്പിൽ കണ്ടാൻ വരുന്നില്ലല്ലോ. അവനെ നിനക്ക് വേണ്ടി കൊട്ടൂടി ആയിന്റെ മോനെ എന്തെങ്കിലും ആയിക്കോട്ടെ, നിനക്കെന്താ? വിടാമേ. അവനെ കാണിച്ചുതരാം കൊട്ടൂടി വേലു ആരാണ്. വിടാൻ. ചുരുട്ടിക്കെട്ടി അകത്തിരിക്കത്തേ ഉള്ളൂ. വഴിയിറങ്ങി പെമ്പിള്ളേരെ പഠിപ്പിക്കാൻ നടന്നാലുണ്ടല്ലോ,
അപ്പോഴറിയാം ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന്. അതിന്റെ പോലെ പട്ടി നീ എന്തോ എന്നെ വിളിച്ചേ? റാസ്കൽ, 3 റാസ്കൽ. ഇംഗ്ലീഷ് കറി. റാസ്കൽ, റാസ്കൽ, റാസ്കൽ. ഇപ്പോഴത്തെ കേട്ടിരിക്കുന്നു. വരാൻ എങ്ങനെയുണ്ടാ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഓ കലക്കില്ലേ. നീയായിരുന്നു? നീ ഇവിടാണോ കിടപ്പ്? മറ്റവനെന്തേ? ആ കൊട്ടുപടി കണ്ടില്ല. കാണുമ്പോ പറഞ്ഞേര് ഞാനിവിടെ വന്നിരുന്നു. ഇന്നലെ അവൻ രക്ഷപ്പെട്ടു. ഇനി വല്ല അഭ്യാസം കാണിച്ചിട്ട് വന്നാലേ അവന്റെ കുറേ എടുക്കുമെന്ന് പറഞ്ഞേര്. ആരാണ് അവിടെ എടുക്കുന്നത്? തുണിന്റെ വേടാ. എപ്പോഴും ഒന്ന് വരട്ടാന്ന് വിചാരിച്ചു. ഇന്നലെ എന്നെ കൊന്നിട്ടുള്ള കാര്യം വാടാ. ഇതിനൊരു നാണക്കേട് വരാനുണ്ടോ? അയൽപ്പക്കത്തുള്ള മനുഷ്യർ മുഴുവൻ കേട്ട് കാണും. നാറി നാനാവിധമായി. എല്ലാം ഇവൻ ഒരുത്തന്റെ കയ്യിലിരിപ്പ് കൊണ്ടല്ലയോ അമ്മ അതിന് വളം വെച്ച് കൊടുക്കുന്നത്. ഞാൻ എന്ത് വളം വെച്ച് കൊടുക്കുന്ന നീ പറയുന്നത്? ആ വഷള പെണ്ണിന് ഇവിടെ കയറ്റി വെച്ച് ഓമനിച്ച് പൊന്നാര മോളാക്കി പൊന്നെ പൊടിയെന്ന് വിളിച്ചു. ഞാൻ ഒന്നും പറയുന്നില്ല. വന്നല്ലോ. എടേ നിക്കരയോടെ. നിനക്ക് തൃപ്തിയായല്ലോ. പാമ്പിന് പാല് കൊടുക്കരുതെന്ന് പറയുന്നത് വെറുതെ അല്ല. പാല് തരുന്ന കൈക്ക് കൊത്തുന്ന ഏനമാ നീയെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. അമ്മേ, ഞാനിതൊന്നും അറിഞ്ഞതല്ല. നിന്റെ അഭിനയൊന്നും എനിക്ക് കാണണ്ട. നീ ഒന്നും അറിഞ്ഞതല്ല അല്ലയോ? ഞാൻ നിന്നോട് മുൻകൂട്ടി പറഞ്ഞത് മറന്നുപോയടി. ചേച്ചി, ഞാൻ കൂടുതലൊന്നും പറയണ്ട. നിങ്ങളുടെ ഭാഷ പറയാൻ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. മേലാൽ ഈ അടുത്തതിനകത്ത് കയറിപ്പോരുത്. അമ്മേ, നിന്റെ കള്ളക്കരച്ചിലൊന്നും എനിക്ക് കാണണ്ട. ഇറങ്ങി പൊടിയിടുന്നു. പോവാനാ പറഞ്ഞത്. അപ്പു, നീ എവിടെയാ പോയത് അത് രാവിലെ? ഞാനവിടെ പോയില്ല. നിക്കടാ അവിടെ. നീ എവിടെയാണ് പോയിരുന്നത്? നിന്റെ മുഖത്ത് നെറ്റിലൊന്ന് ചോര. നീ ആ കൊട്ടുകൂടി തിരക്കി പോയതായിരിക്കും വഴക്ക് പിടിക്കാൻ. നാറിയതൊന്നും പോരാ, ഇനിയും നാട്ടണമായിരിക്കും. നീ ഒന്നിനും പോകണ്ട, ഇത്രയൊക്കെ മതി. എടാ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇനി ഈ വീട്ടിന് പുറത്തിറങ്ങിപ്പോരും. തങ്ക തുങ്ക പ്രേമം കൊട്ടുപടി ഇതൊന്നും ഈ തറവാട്ടിനകത്ത് വേണ്ട. നിന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ നിന്നെ അരിഞ്ഞ് കഷ്ണമാക്കിയേനെ. ഇനി ഞാൻ പറയാതെ ഈ വീട്ടിന് പുറത്തിറങ്ങിപ്പോരുന്നു. കേരളാസ്. നിന്റെ അമ്മയാണ് പറയുന്നത്. കേരളാസ്. വടിയുടെ ചേട്ടന് ഇത്രയും താമസിച്ചത്. വാ മോനെ, ഇരിക്കൂ. അപ്പോ എവിടെ? കിടന്നു. അമ്മേ, ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. ആളുകളുടെ സംസാരം കേട്ട് നിൽക്കുമായിരുന്നു. അമ്മയുടെ മോനെ കുറിച്ചുള്ള ചരിത്രങ്ങൾ. ഞാൻ ഈ വീട്ടിൽ വന്നു കയറിയവനാ. എനിക്ക് വിലയിലായിരിക്കാം. ഞാൻ എന്റെ കെട്ടികളെയും കുഞ്ഞാൻ കൊണ്ട് എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. എന്തായാലും ഇങ്ങനെ ഇവിടെ ജീവിക്കാൻ വയ്യ.
ഞാൻ എന്ത് ചെയ്യും മോനെ? അവനെ കൊല്ലാൻ നോക്കൂ. ആ പെണ്ണിനോട് ഇനി ഇവിടെ കയറെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഞാൻ എന്ത് ചെയ്യും? എടീ, അപ്പനെ വിളിക്ക്, ഞാൻ സംസാരിച്ചു നോക്കാം. ഇപ്പൊ വേണോ? വേണം, വിളിക്ക്. മോനെ, ഞങ്ങൾ ആരെങ്കിലും ഇത് വിചാരിച്ചതാണോ? അവളൊരു പാവം പെണ്ണാണെന്ന് കരുതി മോളെ പോലെ വിചാരിച്ചു. അതിനെനിക്ക് കിട്ടിയത് ഇതാ. അപ്പൊ ഇരിക്ക. എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു, അതിനെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല. നടന്നതൊക്കെ നടന്നു പോട്ടെ. ഇനി അപ്പു വിചാരിച്ചാൽ ഇവിടെ കൊണ്ട് നിർത്താം. തങ്ക ഇനി ഇവിടെ വരരുന്ന് അമ്മ പറഞ്ഞു വിലക്കിയിട്ടുമുണ്ട്. നീ ഇനി അവളെ കാണാനും മിണ്ടാനും പോകാതിരുന്നാ മതി. ഇതൊക്കെ പ്രായത്തിന്റെ ഒരുതരം ഫാൻസ് എന്നേ ഉള്ളൂ. കാര്യം നിസ്സാരമാ. അളിയന് നിസ്സാരമാ. പക്ഷെ എനിക്ക് അങ്ങനല്ല. എനിക്ക് തങ്ക ഇഷ്ടമാ, എന്റെ ജീവനെക്കാളും. അപ്പോ അളിയന് ഇതിൽ ഇടപെടണമെന്നില്ല.